ഇനി നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വട ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് വറ്റൽമുളക്, ഇഞ്ചി, കറിവേപ്പില, ഒരു 4 മണിക്കൂർ കുതിർത്ത് വെള്ളം ഊറ്റിയെടുത്ത പരിപ്പ് ഇത്രയും ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഈ പാകത്തിനാണ് ചതച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. കുറച്ച് കാശ്മീരി മുളക് പൊടി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പരിപ്പാണ്. കുതിർത്ത പരിപ്പ് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി എരിഞ്ഞ സവോളയും കൂടെയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരേ വലിപ്പമുള്ള ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുത്തിട്ട് കൈക്കുള്ളിൽ വെച്ച് ഒന്ന് പരിപ്പുവടയുടെ ഷേപ്പിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡിഷ് ബ്രൗൺ കളറാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും ഗോൾഡിഷ് ബ്രൗൺ ആകുമ്പോൾ കോരിയെടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കൂടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. പുതിയ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം.